ബംഗളൂരുവിൽ നിന്ന് വന്ന കൂട്ടബലാത്സംഗ വാർത്തയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയപ്പോൾ മനസ്സിലായത് ഒരു അധ്യാപികയായ, അതായത് ഒരു സ്ത്രീ അവരുടെ വിദ്യാർത്ഥിക്ക് കൊടുത്ത ക്വട്ടേഷനാണെന്നാണ്. ബംഗളൂരുവിലെ കൂട്ടബലാത്സംഗ കേസിൽ വൻ വഴിത്തിരിവ്. ഫ്ളാറ്റ് ഒഴിപ്പിക്കാൻ അയൽവാസിയായ സ്ത്രീ നൽകിയ ക്വട്ടേഷനാണ് ഈ പീഡനമെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ 6 പേരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ ബ്യൂട്ടീഷ്യനായി ജോലി ചെയ്യുന്ന യുവതിയെ ഇന്നലെയാണ് ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി 5-അംഗ സംഘം പീഡിപ്പിച്ചത്. സംഭവത്തിന് പിന്നാലെ 6 പേരെ പോലീസ് പിടികൂടി. ബംഗളൂരു സ്വദേശികളായ നവീൻ, കാർത്തിക്, സുയോഗ്, സീന, പൃഥ്വി, ജംഗ്ലി എന്നിവരാണ് പിടിയിലായത്. Essentially, it's a case of gang rape along with dacoity as well. As post the commission of the offence, the sexual assault that has happened, post that they have also taken away 2 mobile phones and 25,000 rupees cash that was there in the house. So that is how the case has been registered under these sections of the law. ഒരാൾ കൂടി ഇനിയും പിടിയിലാകാനുണ്ട്. പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്തതോടെയാണ് കൊട്ടേഷൻ കഥ പുറത്തുവരുന്നത്. ഇരയായ യുവതിയുടെ ഫ്ളാറ്റിൽ ആളുകൾ വന്നുപോകുന്നത് അയൽവാസികളിൽ ചിലർ എതിർത്തിരുന്നു. ഇതിനെ ചൊല്ലി പലപ്പോഴും തർക്കവുമുണ്ടായി. തുടർന്ന് അയൽവാസിയായ അധ്യാപികയായ ഒരു സ്ത്രീ തന്റെ വിദ്യാർത്ഥിയെ വിളിച്ച് കൊട്ടേഷൻ നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിലേക്ക് എത്തിയ 6-അംഗ സംഘം വാതിൽ പൊളിച്ച് അകത്ത് കയറി. 3 പേർ സംഘം ചേർന്ന് യുവതിയെ പീഡിപ്പിച്ചു. സംഭവത്തിനു പിന്നാലെ ഒളിവിൽ പോയ പ്രതികളെ CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പോലീസ് തിരിച്ചറിഞ്ഞ് പിടികൂടിയത്. മുഖ്യപ്രതിയായ മിഥുൻ എന്നയാൾ ഇപ്പോഴും ഒളിവിലാണ്. ഇയാളെ പിടികൂടുന്നതിനായി ശ്രമങ്ങൾ ആരംഭിച്ചതായി SP അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.